ഹായ്, എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. അപ്പം വളരെ ഒരു ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ എൻ്റെ ലൈവ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും എന്നാ ഇല്ല കേട്ടോ. എൻ്റെ ഞാൻ ഇന്നലെ ഒരു ലൈവ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5:30 മണിയാകുമ്പോഴത്തേനും ഒരു ലൈവ് ഉണ്ടാവുമെന്ന്. എൻ്റെ കൂട്ടുകാരെ, ഞാൻ വളരെ പ്രതീക്ഷയോടെ ഒരു ലൈവ് പിടിച്ചു. ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്ററിനകത്ത് വരും കേട്ടോ. 20 കിലോമീറ്ററിനകത്ത് വരും. കുഴിത്തുറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഇത് കർക്കിടക മാസത്തിലെ ആ ഒരു മാസത്തിലെ 15 ദിവസവും 10 ദിവസവും 15 ദിവസവും ഉണ്ട്. അവിടെ ഒരു മേള പോലെയാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. 10 രൂപയ്ക്കൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ടോയ്സ് ഉണ്ട്. എല്ലാത്തിനും വളരെയധികം റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ വെറൈറ്റി ചെടികളുണ്ടാവും. നമ്മൾ ഏത് തരം ചെടികൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചു പോകണോ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇതുണ്ട്. സ്കൂളുകളിൽ നിന്ന് വരുന്നത്, കോളേജുകളിൽ നിന്ന് വരുന്നത്, പിന്നെ ഒരുപാട് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് വസ്തുക്കൾ അവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക്, വലിയ കുട്ടികൾക്കൊക്കെ കളിക്കുന്ന, മുതിർന്നവർക്കൊക്കെ ഉള്ള ഓരോ പാർക്കുകൾ, നമുക്ക് സ്നാക്സുകളുണ്ട്, എല്ലാം എന്തോണം ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാനും വാങ്ങിയതാണ്. കണ്ട, 70 രൂപയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. 70 രൂപ. ഞാൻ ഒരു കളർ വാങ്ങി, ഹസ്ബൻഡ് പച്ച വാങ്ങി. ഇപ്പം നമ്മൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കളറാണ് വാങ്ങിയത്. എനിക്ക് ഈ റെഡ് കളറൊക്കെ നല്ല ഇഷ്ടമുണ്ട്. നല്ല റെഡ് കളറാണ് കേട്ടോ ഇത്. ഇപ്പോൾ വീഡിയോയിൽ എന്ത് കളറ്? ഇത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ കളർ കല്ലെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ അതൊന്നും അറിയില്ല കേട്ടോ. ഏത് കളറാണ്, ഏത് നക്ഷത്രത്തിൻ്റെ കളറാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് റെഡ് കളർ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങി. നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അവിടെ ഫുള്ള് ഒരുപാട് നേരം, ഞാൻ 5 മണിക്ക് അവിടെ എത്തിയിട്ട് ലൈവ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് 5:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 7:30 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ലൈവ് 6:30 ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. 7:30 മണി വരെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ലൈവൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെയാണ് അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത്. മക്കൾക്കും സാധനങ്ങളൊക്കെ വാങ്ങി കുറേ നേരം ഞങ്ങൾ അതിൻ്റെ അകത്ത് പിന്നെ കാണാനുള്ളതൊക്കെ കണ്ടു. അവിടുന്ന് അങ്ങനെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങിയിട്ട് പുറത്ത് വന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു മഫ്ലറും കളഞ്ഞു പോയി. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു മഫ്ലറും കളഞ്ഞു പോയി. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയത്ത് ആൾക്കാർ സത്യം പറഞ്ഞാൽ മണൽ വാരിയിട്ടാൽ നമ്മൾ തറയിൽ വീഴില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അത്രയ്ക്ക് തിരക്കാണ്. ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കണ്ടു. പോയതല്ലേ, ഇത്രയും ദൂരം പോയതല്ലേ, കണ്ടു. പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴത്തേനും മഴയൊക്കെ ഉണ്ടായിരുന്നു. നിറയെ അവിടെ അങ്ങ് ഒതുങ്ങുന്ന സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കല്ലേ. എല്ലാവരും ഓടിക്കൂടി ഓരോ ഷെഡുകളിലൊക്കെ അങ്ങ് ഒതുങ്ങിയതുകൊണ്ട് തിരക്കായതുകൊണ്ട് നമുക്ക് സ്ഥലമില്ലായിരുന്നു. ഞാനും മക്കളും ഹസ്ബൻഡും ഒക്കെ അത്യാവശ്യം നനഞ്ഞു പോകുന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ജലദോഷമൊക്കെ ആയി. ഇന്ന് മൊത്തം ജലദോഷമാണ്, തുമ്മലും ആകെപ്പാടെ ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ലൈവിനെ കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ ലൈവ് ചീറ്റിപ്പോയി. അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ലൈവ് ചെയ്തതായിരുന്നു, അതിൻ്റെ ഓപ്ഷൻ മാറിയതാണോ എങ്ങനെയാണോ എന്താണോന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്തതാണ്, പക്ഷേ അത് അപ്ലോഡ് ആയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇത് സംഭവം ചീറ്റിപ്പോയെന്ന് അറിഞ്ഞ് ഞാൻ എന്നാൽ ഈ വീഡിയോയിൽ നോക്കുന്നില്ല. ഞാൻ സംസാരിച്ച് അങ്ങ് നടക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളെല്ലാം ലൈവിൽ കാണിച്ചിട്ട് അങ്ങ് നടക്കും. ലൈവ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ എൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ പ്രസ് ചെയ്തിട്ട് എൻഡ് എന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. ഞാൻ അത്രയും നേരം മെനക്കെട്ട് പിടിച്ചിട്ട് അതിലൊരു ഫലമില്ലാതായിപ്പോയി. അത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ, നമ്മൾ ലൈവ് ചെയ്യുമ്പോഴത്തേനും അതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ സാധാ ചെയ്യുന്നത് പോലെയാണ് ചെയ്തത്. അത് അപ്ലോഡ് ആവാത്തത് എന്താണെന്നതിനെ പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴൊക്കെ അത് ലൈവ് ഓണായിരുന്നു. പിന്നെ ഇതും വന്നിട്ടുണ്ടായിരുന്നു, തമിഴ് ചാനലിൽ നിന്ന് 1-2 പേരുടെ സൂപ്പർ എന്നൊക്കെ ഉള്ള മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, അത് അപ്ലോഡ് ആയില്ല. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ എൻ്റെ ലൈവ് ഇന്നലെ ചീറ്റിപ്പോയി.
അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഞാനത് 1 മണിക്കൂറോളം മെനക്കെട്ടാണ് ഞാൻ ലൈവ് പിടിച്ചത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല, എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി. ഇല്ല, അത് ലൈവിൽ ഇങ്ങനെ അപ്ലോഡ് ആവില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമായിരുന്നു. ഫുള്ള് മുതൽ ആദ്യം മുതലുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ പാളിപ്പോകാറുണ്ടല്ലേ. അപ്പോൾ അതിലൊന്നും വലിയ അതൊരു വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല. എന്നാലും 1 മണിക്കൂർ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി കേട്ടോ. പിന്നെ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ്, ചേച്ചി എന്താണ് നിങ്ങൾ ലൈവിൽ വരുമെന്ന് പറഞ്ഞിട്ട് എന്താണ് ലൈവില്ലാത്തത്, ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേനും എനിക്കൊരു ചെറിയൊരു വിഷമവും അങ്ങനെ നമ്മൾ പറഞ്ഞു പറ്റിക്കും കണക്കുള്ളൊരു ഇതായിപ്പോയില്ലേ എന്ന് ആൾക്കാർ ചിന്തിക്കില്ലേ എന്നുള്ളൊരു എനിക്കിതൊരു ഫീലൊക്കെ ഉണ്ടായി. എന്തായാലും ഞാനൊരു മോതിരം വാങ്ങിച്ചതിൽ ഹാപ്പിയാണ് കേട്ടോ. സത്യം, മോതിരം മാത്രമല്ല കേട്ടോ, ഞാൻ അവിടുന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു കപ്പ് വാങ്ങിയിട്ടുണ്ട്. കപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഭരണി പോലെ ഇരിക്കും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. 3 വാങ്ങിച്ചിട്ടുണ്ട്. 3 100 രൂപ. നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ നമുക്ക്. കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വിലയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വിലയൊക്കെ ഉള്ളൂ. ഒരു ഡസൻ കുപ്പിവളയൊക്കെ 20 രൂപയേ ഉള്ളൂ. ഞാനങ്ങനെ 5 ഡസൻ കുപ്പിവളയൊക്കെ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കുപ്പിവള എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിടുന്ന കുപ്പിവളയില്ലേ, അപ്പം ഞാൻ പല കളറിൽ നിന്നും എടുക്കാമെന്ന് വിചാരിച്ചു, അര ഡസൻ വെച്ചിട്ട്. അപ്പം അവരങ്ങനെ കൊടുക്കില്ല, കാരണം ഡസന് 10 രൂപയല്ലേ ഉള്ളൂ, 20 രൂപയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 ഡസൻ വെച്ച് എല്ലാവരും അങ്ങനെ എടുക്കാം. അപ്പം ഞാനും 1 ഡസൻ വെച്ച് എടുത്തു. പൊട്ടിപ്പോയാലും നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ 6 നമ്മളെ കയ്യിലിടുന്നതെങ്കിലും പിന്നെയും ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു. പിന്നെ മോൾക്കും അതുപോലത്തെ 1-2 കുഞ്ഞു വളകളൊക്കെ വാങ്ങി. അങ്ങനെ അത്യാവശ്യമൊക്കെ വാങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് തിരികെ വന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതുപോലെ വളരെ പ്രതീക്ഷയോടെ ഞാനൊരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടു കൂടിയും ചെയ്തൊരു കാര്യമാണ്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ഞാനും എൻ്റെ ചേച്ചിയും എന്ത് ചെയ്തു, പൂവൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നല്ലോണം അടുക്കിയൊക്കെ കെട്ടി നിറയെ അങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ എല്ലാവരും കല്യാണത്തിന് പോകുമ്പോഴത്തേനും പൂവൊക്കെ വെച്ചിട്ടല്ലേ പോകുന്നു. അപ്പം നമ്മളും പൂവൊക്കെ വെച്ച് പോകാമെന്നുള്ള പ്രതീക്ഷയോടെ അങ്ങനെ ഇരുന്നു. രാത്രി പൂ ഒക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്തു, വല്യമ്മയുടെ മോളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 3 പേരും കൂടെയാണ് ഒരിടത്ത് ഇരുന്നത്, പൂവൊക്കെ കെട്ടിയെടുത്തത്. അപ്പോൾ ചേച്ചി പറഞ്ഞു പൂവിനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു പൂ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കടിയെന്ന് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്ത് ചെയ്തു, പൂ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും, അപ്പോൾ അവർ കല്യാണത്തിന് വന്നതാണ്, നമ്മളെ വീട്ടിൽ വന്ന് തങ്ങിയതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഇതായിട്ട് ഒരുങ്ങി ഇറങ്ങി. അപ്പോഴത്തേനും പൂ പോയി എടുക്കാൻ പറഞ്ഞു. എടുക്കാൻ പോയത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോയത് ഞാനാണ്. അപ്പം ഞാൻ പോയി നോക്കുമ്പം സാധാരണ നമ്മൾ പൂവൊക്കെ കെട്ടിയാൽ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് വെക്കുക, അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് നമ്മൾ ഏതെങ്കിലും ചെടിയിലോ അശയിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിടും. പക്ഷെ അന്ന് മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിടാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചത്. അപ്പം ഞാനും ഫ്രിഡ്ജിൻ്റെ ഡോറ് കംപ്ലീറ്റ് നോക്കി, അവിടെ എങ്ങും പൂ കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു പൂ ഇവിടെ ഇല്ല ചേച്ചി എന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ചേച്ചി എന്ത് ചെയ്തു, വന്ന് നോക്കിയിട്ട് പൂ ഇതാ ഇവിടെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. നോക്കിയപ്പം പൂ ഫ്രീസറിനകത്താണ് വെച്ചേക്കുന്നത്. ഫ്രീസറിനകത്ത് വെച്ചപ്പോൾ നല്ല നമ്മൾ എന്തോന്ന് പറയാൻ, നമ്മൾ സാരികളൊക്കെ പശമുക്കും എന്ന് പറയില്ലേ, കഞ്ഞി വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിരിക്കൂലേ, അതുപോലെ ഫ്രീസറിനകത്ത് നിന്നെടുത്ത പൂ അങ്ങനെ ഇരുന്ന് കൊണ്ടുവച്ച് നമ്മൾ തലയെല്ലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൂ എടുത്തപ്പോഴത്തേനും പൂ അങ്ങ് പെട്ടെന്നങ്ങ് കുഴഞ്ഞു പോയിട്ടൊരു 5 മിനിറ്റ് പൂവെല്ലാം എന്ത് പെട്ടെന്ന് കുഴഞ്ഞു പോയതുപോലെ തോന്നി. എനിക്ക് തോന്നുന്നു 2 മിനിറ്റ് അങ്ങോട്ട്, 5 മിനിറ്റൊന്നും ആയില്ല, 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പൂവൊക്കെ ഒരുമാതിരി ഈ കപ്പിൻ്റെ പുറത്തെ കളറില്ലേ അതുപോലെ അങ്ങായി. ഭയങ്കര സങ്കടമായിരുന്നു അന്ന്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കല്യാണത്തിന് പോയില്ല. കാരണം
കൊച്ചുകുട്ടിയല്ല 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പം നമുക്ക് ഒരുങ്ങി പോകാനും ഇഷ്ടമാണ്. ആ സമയത്ത് പൂവൊക്കെ വെച്ചിട്ട് ഇത്തിരി കൂടെ ഒരു ആർഭാടമൊക്കെ കാണിച്ച് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണോ ഒരു ഫംഗ്ഷനോ വന്നാൽ പൂവൊന്നും നിർബന്ധമൊന്നുമല്ല, ഞാനങ്ങ് പോവും. എനിക്കതൊന്നും വലിയ നിർബന്ധമൊന്നുമല്ല. പക്ഷേ കൊച്ചിലേക്ക് ആകുമ്പോൾ നമ്മൾ ഇത്തിരി പൂവൊക്കെ വെച്ച്, എൻ്റെ മോളും അങ്ങനെയാണ്, അവൾക്ക് പൂവൊക്കെ വെച്ചിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കതാണ് ഇഷ്ടം. പിന്നെ സത്യത്തിൽ ഞാനും ചേച്ചിയും അന്ന് കല്യാണത്തിന് പോയില്ല, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സങ്കടത്തിലായിപ്പോയി. അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ. പക്ഷെ അത് നിസ്സാര പ്രശ്നമാണ്, നമുക്ക് പൂവില്ലെങ്കിൽ ഇപ്പോൾ കല്യാണത്തിൽ പോകാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു എന്തോന്നു ഒരു മനസ്സിൻ്റെ ഒരു വിഷമമാണ്, നമ്മുടെ ഒരു വിഷമം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമുക്കതിന് തോന്നിയില്ല. കാലങ്ങൾ പോകുമ്പോഴത്തേനും നമുക്ക് ഇപ്പം നമ്മൾ ചിന്തിക്കണം, അയ്യേ ഇത്തിരി പൂവിൻ്റെ നിസ്സാര പ്രശ്നത്തിനാണോ അന്ന് ആ കല്യാണത്തിന് പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ കല്യാണത്തിന് നമ്മൾ പോകാതിരുന്നത് എന്ന് ഇപ്പം ചിന്തിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പൂർണ്ണ വിജയത്തിൽ എത്തണമെന്നില്ലല്ലേ. ചിലതൊക്കെ ഇടയ്ക്കൊന്ന് ഫ്ലോപ്പാവും. അതുകൊണ്ടാണ് ഞാനും തുടക്കത്തിൽ പറഞ്ഞത് വളരെ ട്രെൻഡിങ് ആയ എൻ്റെ ലൈവ് എന്ന്. പക്ഷെ എൻ്റെ ലൈവ് ട്രെൻഡൊന്നും ആയില്ല. ലൈവ് എൻ്റെ ഇത് വളരെ ഗംഭീരമായി പൊട്ടിപ്പോയി. അങ്ങനെ എനിക്ക് അതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. വിഷമം തീർക്കാനാണ് ഞാൻ മോതിരവും ഈ കപ്പും ഒക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ആയത്. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്, ഇന്ന് മൊത്തത്തിൽ ഹാപ്പിയാണ് കേട്ടോ. ഇന്നലത്തെ ആ വിഷമം ഉണ്ടായിരുന്നു, ഒരുപാട് നേരം വിഷമം ഉണ്ടായിരുന്നു. മോതിരമൊക്കെ വാങ്ങിച്ചെങ്കിലും ഞാൻ അതിലൊന്നും വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. എനിക്ക് വിഷമം തന്നെയായിരുന്നു, എൻ്റെ ലൈവ് പൊളിഞ്ഞു പോയല്ലോ എന്ന്. പക്ഷെ ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ മോതിരം കാണാനാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ്, നമുക്കൊരു ചെറിയ കാര്യം മതിയല്ലേ സന്തോഷിക്കാൻ. അതുപോലെയാണ് നമുക്കൊരു ചെറിയ കാര്യം മതി വിഷമിക്കാനും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയും ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയും പുതിയ ലൈവുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും വരെ നിങ്ങളുടെ സ്വന്തം കാർത്തി. ബൈ.